ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്യാമ് പെട്ടെന്ന് തന്നെ പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് മാലിനിക്ക്. എന്നിട്ട് മാലിനിയോട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇതുള്ളൂ, ഇത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഫീസ് അടയ്ക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ശ്യാമേട്ട ഞാൻ കൊടുക്കട്ടെ കുറച്ച് പൈസ എന്ന് പറഞ്ഞപ്പോൾ, അത് വേണം മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വേണം, അത് കുഴപ്പമില്ല, ഒരു ആവശ്യത്തിനല്ലേ, കുട്ടികളുടെ ഫീസ് അടയ്ക്കാനല്ലേ എന്ന് പറഞ്ഞ്. എന്നാ പിന്നെ അഞ്ജലി മോളെ കൊടുക്കുക, ഏതായാലും സഹായിക്കാൻ തീരുമാനിച്ചില്ല, എന്നിട്ട് ഇത്തിരി 10-15,000 രൂപയെങ്കിലും കൊടുക്കുമെന്ന് വെച്ചപ്പോൾ അതിനെന്താന്ന് പറയും, ഞാൻ അവളുടെ ഫീസ് കിട്ടുമ്പോൾ അവരുടെ കേസ് വിധിയാകുമ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൈസ നിൻ്റെ പൈസ എന്നൊന്നും ഇല്ല, ഇത് നമ്മുടെ പൈസയിൽ എന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാലിനി നമ്മുടെ അഞ്ജലിയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ശ്യാമ് കേസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിക്കാനൊക്കെ പറയും. പിന്നീട് ശ്യാമ് അഞ്ജലിനെ യാത്രയാക്കുന്നുണ്ട്. മാലിനി വേറെ വഴിക്കും ശ്യാം വേറെ വഴിക്കും പോകുന്നത് കണ്ടിട്ടാണ് നമ്മുടെ അഞ്ജലി പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ വീടിന്. ശ്രുതിയുടെ വീട്ടിൽ ശ്രുതി ഇങ്ങനെ വിഷമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മായി വന്നിട്ട് കല്യാണ നിശ്ചയത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ശ്രുതിയുടെ അമ്മനോട് പറയുന്നത്, ഇപ്പം ഇടപിടിയിൽ കല്യാണം നടത്തുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് പിടിച്ച് കെട്ടിക്കാനാണെന്ന് വിചാരിക്കും, അതുകൊണ്ട് നമുക്ക് ജാതകം കൊടുക്കലെങ്കിലും വേണം, മാത്രമല്ല ചെറിയ രീതിയിലൊരു നിശ്ചയം നടത്തണം, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ വായടപ്പിക്കാനും എന്നൊക്കെ പറയുമ്പോൾ ഒന്നും വേണ്ടാന്നല്ല നീ പറഞ്ഞത് രാധേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സാരില്ല ചേട്ടത്തി, നമുക്ക് ചെറിയ രീതിയിൽ നടത്താമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ശ്രുതി മോളെ നാളെ തുടങ്ങി നീ ജോലിക്ക് വരുന്നില്ല എന്ന് അവരെ വിളിച്ച് പറയണം എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറയും. പിന്നീട് അമ്മായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നീട് അമ്മ പറയും, മോളെ എന്തായാലും നേരിട്ട് എന്ന് പറയേണ്ടതായിരുന്നു, എന്നാലും സാരില്ല മോളൊന്നും വിളിച്ച് പറഞ്ഞേക്കുന്നൊക്കെ പറയുന്നുണ്ട്. ശരി എന്ന് പറയും. അതിന് മുന്നേ തന്നെ അമ്മായിയുടെ കൈ തട്ടി ബാഗ് താഴ്ത്ത് വീഴുന്നുണ്ട്. ബാഗ് താഴ്ത്ത് വീഴുമ്പോൾ ബാഗിൽ നിന്ന് സാധനങ്ങളൊക്കെ പോകുമ്പോൾ ഒരു താക്കോല് കിട്ടുന്നുണ്ട്. അത് അശ്വിൻ്റെ കയ്യിൽ നിന്ന് പോണ താക്കോലായിരുന്നു. അത് ശ്രുതി എടുത്ത് ഇങ്ങനെ അശ്വിനെ ആലോചിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട്. നീ എന്തിനാ ഈ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് നടക്കണത്, നിനക്കത് ഇനി മാറ്റിയൊക്കെ വെച്ചുകൂടെ, ഇനിയിപ്പോൾ നീ കളക്ടർ ഉദ്യോഗത്തിനൊന്നും അല്ലല്ലോ പോണത്, മാത്രമല്ല ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇനിയിപ്പോൾ നീ ജോലിക്കൊന്നും പോകില്ലല്ലോ, അതെടുത്ത് മാറ്റി വയ്ക്കാനൊക്കെ പറയുന്നുണ്ട് അമ്മായി. പിന്നെ കാണിക്കുന്നത് മാലിനിനെ കാത്തു നിൽക്കുന്നുണ്ട് ശ്യാമ്. എന്താ മാലി, ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചോ? സാറ് ഇവിടെ തന്നെ നിൽക്കുന്നു എനിക്കറിയാം, സാർ എൻ്റെ പിന്നാലെ വരുന്നു അറിയാം, പിന്നെ ഞാൻ എവിടേക്ക് ഓടാനാണ് ഈ പൈസയും കൊണ്ടെന്ന് പറഞ്ഞു. ഒരു ഓർമ്മ ഉണ്ടാവണം നല്ലതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറ്റാരും അറിയാനൊന്നും നിൽക്കണ്ടാട്ടാന്ന് പറയും. അല്ല സാറേ, സാറിൻ്റെ ഭാര്യ എന്ത് ചോദിച്ചാലും തരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ കള്ളത്തരത്തിലൂടെ ഈ കാശുണ്ടാക്കാൻ നിർത്തിയത്, വെറുതെ എന്നെ എന്തിനാ ബലിയാടാക്കിയത് ഇതിന്നൊക്കെ ചോദിക്കും. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മാലിന്യം അന്വേഷിക്കണ്ട, പിന്നെ വെറുതെ അല്ലല്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ കേസ് ഞാൻ ഫ്രീ ആയിട്ടല്ലേ വാർച്ച തരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരി എന്ന് പറഞ്ഞു തന്നെ. പിന്നെ മാലിക്ക് ചെറിയൊരു തുക എടുത്ത് നീട്ടിയപ്പോൾ എനിക്ക് വേണ്ട സാറേ ഈ പൈസ, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ സാറിൻ്റെ ഭാര്യനെ പറ്റിച്ച പണം എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഒരു കാറ് വന്നവരെടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ആ കാറിൽ ശരിക്കും ഉണ്ടായിരുന്നത് നമ്മുടെ അഞ്ജലി തന്നെയാണ്. അഞ്ജലി ഇങ്ങനെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ട്. അഞ്ജലിക്ക് പെട്ടെന്ന് ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അഞ്ജലി അത് വേണ്ട മാറ്റി ശ്യാമിൻ്റെ തീ ചെല്ലുന്നു, ശ്യാമേട്ടനെ വിളിക്കുന്നുണ്ട്. അത് ഞാൻ പെട്ടെന്ന് തന്നെ യാമിനിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കേസിൻ്റെ കാര്യത്തിന്, അപ്പോൾ യാമിനി ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ യാമിനെ കാണാൻ വന്നതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അഞ്ജലിയുടെ കണ്ണിൽ പൊടിയിട്ട് ശ്യാം രക്ഷപ്പെടുന്നുണ്ട്. ശ്യാം ഇങ്ങനെ ക്രൂരമായി ചിരിയോടെ നോക്കി നിൽക്കുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. പിന്നീട് ലാൻഡ് ഫോണിലേക്ക് ഇങ്ങനെ ശ്രുതി വിളിക്കാൻ നോക്കുന്നത്, വേണ്ട ലാൻഡ് ഫോണിലേക്ക് വിളിച്ചാൽ കടലമിട്ടായി ചിലപ്പോൾ ഫോൺ എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അഞ്ജലി മാഡത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന അഞ്ജലി ചോദിക്കുന്നത്, എന്താ ശ്രുതി എന്ന് വെച്ചപ്പോൾ, മാഡം ഞാൻ നാളെ തുടങ്ങി ജോലിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, ജോലിക്ക് വരുന്നില്ല എന്നാ, എന്ത് പറ്റി, അതെന്താ അങ്ങനെയെന്ന് ചോദിക്കും. ഒന്നുമില്ല മാഡം, അശ്വിൻ സാർ ലാവണ്യ മാഡത്തിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച നിലയ്ക്ക് പിന്നെ ഇനിയിപ്പോൾ അവിടെ എൻ്റെ ആവശ്യമില്ലല്ലോ, അവിടെ തൻ്റെ സേവനമൊക്കെ അവസാനിച്ചു, ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ല, മാഡം നല്ല രീതിയിലൊക്കെ ആയില്ലേ, നിങ്ങളുടെ കുടുംബത്തോട് യോജിച്ച് പോകാറായില്ല, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മാഡത്തിന് മനസ്സിലായി, അതുകൊണ്ട് ഇപ്പം എൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പറഞ്ഞാൽ അങ്ങനെയാണോ നീ ഞങ്ങളെ കണ്ടേക്കണേന്നൊക്കെ ചോദിച്ച് അഞ്ജലി വല്ലാത്ത വിഷമത്തോടെയൊക്കെ സംസാരിക്കും. ആ സമയത്ത് മുത്തശ്ശി വരുന്നുണ്ട്. മുത്തശ്ശി വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ അഞ്ജലി എന്ന് വെച്ചപ്പോൾ, ശ്രുതി നാളെ തുടങ്ങി ജോലിക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി ഫോൺ മുത്തശ്ശി സംസാരിക്കുന്നുണ്ട്. ശ്രുതിയുടെ ഫോൺ മേടിച്ചിട്ട്, എന്താ ശ്രുതി, ഞങ്ങൾ നിനക്ക് ഇത്രയും അന്യായോ, നീ ജോലിക്ക് വരുന്നില്ലെങ്കിൽ വരണ്ട, അത് നിന്റെ ഇഷ്ടം, നിന്നോട് ജോലിക്ക് വരാൻ നിർബന്ധിക്കാനൊന്നും ഞങ്ങളാളല്ല, പക്ഷെ എത്രയും നാൾ സ്നേഹത്തോടെ കഴിഞ്ഞ നിലയ്ക്ക് നീ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളോട് യാത്ര പറഞ്ഞിട്ട് പോകേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, സോറി മുത്തശ്ശി, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടല്ല, പിന്നെ ഇപ്പം അവിടെ എൻ്റെ ആവശ്യമില്ലല്ലോ,
നിങ്ങളുടെ അശ്വിൻ സാറിൻ്റെ വിവാഹം ഉറപ്പിച്ച് നിനക്ക് ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ, എൻ്റെ സേവനത്തിൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ അത്രമാത്രം ചിന്തിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ നാളെ നേരിട്ട് വരണം, ഞങ്ങളോട് യാത്ര പറഞ്ഞ് നീ പോകണമെന്ന് പറഞ്ഞപ്പോൾ ശരി മുത്തശ്ശി, എന്താ ശ്രുതി നീ വരില്ലെന്ന് ചോദിക്കും. ശരി വരാന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതി ഫോൺ വയ്ക്കും. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും അശ്വിനും കുഞ്ഞനും ലാവണ്യരെയും ഈ ബന്ധത്തിൽ ശ്രുതി നല്ലോണം കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്, ശ്രുതിക്ക് കാര്യമായി എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ് മുത്തശ്ശിന്ന് ശരിയെന്ന് നമ്മുടെ അഞ്ജലിയും പറയും. പെട്ടെന്ന് തന്നെ ഓടി വരുന്നുണ്ട് മനോരമ. എൻ്റെ മൈക്ക് നിങ്ങൾ എന്തീ പറയുന്നത്, വീണ്ടും ആ ഗീറസാരിന് ഇവിടേക്ക് കൊണ്ടുവരാൻ പോകണ, അവൾ ജോലിക്ക് വരുന്നില്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ തന്നെ അവളുടെ സേവനം ഇവിടെ എന്താ വെച്ചാൽ പിന്നെ എന്തിനു സമ്മാനം കൊടുക്കാൻ നിൽക്കുന്നത്, അവൾ ഇവിടെ വന്ന് അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് പോണേന് നല്ലൊരു തുക തന്നെ നമ്മ അവൾക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ സമ്മാനം എന്നൊക്കെ ചോദിക്കും. അത് കേട്ട് മുത്തശ്ശിക്ക് ദേഷ്യം വന്ന് മുത്തശ്ശി പെട്ടെന്ന് അകത്തേക്ക് പോകും. അപ്പം അഞ്ജലി പറയുന്നുണ്ട് ഞാൻ ഇനിയിപ്പോൾ എത്ര പറഞ്ഞാലും ആൻറ്റി ഇതൊന്നും സംഭവിക്കാൻ പോണില്ല, കുഞ്ഞൻ്റെയും ലാവണ്യൻ്റെയും കാര്യത്തിൽ ശ്രുതിക്ക് എത്ര പങ്കുണ്ടെന്നുള്ള കാര്യമൊന്നും ആൻറ്റി സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാൻ തർക്കിക്കാനൊന്നുമില്ല എന്ന് പറയും. ആ സമയത്ത് തന്നെ പെട്ടെന്ന് മുത്തശ്ശി ഒരു മാല കൊണ്ടുവരുന്നുണ്ട്. മോളെ അഞ്ജലി, ഇത് നമുക്ക് ശ്രുതിക്ക് കൊടുക്കാം, ഇത് കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ പൂജിച്ച മാലിന് ഇത് നമ്മൾക്ക് സമ്മാനമായി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ശരിയാണ് മുത്തശ്ശി, അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാനാണ് കൃഷ്ണൻ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാകും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനോരമ ആകെ ഞെട്ടുന്നുണ്ട്. മനോരമ പറയുന്നത് എൻ്റെ മൈഗോഡ് നിങ്ങൾ എന്തീ കാണിക്കുന്നത്, അതും 2.5 പവൻ്റെ മാലയെ, നിങ്ങൾക്ക് വല്ല വട്ടുണ്ടോ ആ കീറസാരിക്ക് 2.5 പവൻ്റെ മാല കൊടുക്കാൻ, അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വല്ല 1/2 പവനോ 1/4 പവനോ കൊടുത്താൽ പോരെ അമ്മേ, ഇത് ജോലിക്കാരിക്ക് 2.5 പവൻ്റെ സ്വർണം കൊടുക്കണം എന്നൊക്കെ ചോദിച്ച് മനോരമ വലിയ വായയിൽ നൊലോളിക്കിന് ചെയ്യുന്നത്. 2.5 പവൻ കേട്ടോടുകൂടി മനോരമയുടെ ബോധം പോകുന്നു. നീ ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ടത്, ഞാനാണ് കൊടുക്കുന്നത്, ഇത് പവൻ്റെ കണക്കല്ല, ശ്രുതി നമ്മളെ കുടുംബത്തിന് വേണ്ടി ചെയ്ത നല്ലതിന് നന്മയ്ക്കും വേണ്ടി ചെയ്യുന്നതാണ്, എനിക്കിതിൽ പവനൊന്നുമില്ല എന്ന് പറഞ്ഞ മുത്തശ്ശി മോളെ ഈ മാല നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അഞ്ജലിയിലേക്ക് കൊടുക്കും. അങ്ങനെ അഞ്ജലി ആ മാലയുമായി പോകും, മുത്തശ്ശിയും പോകും. മനോരമ അവിടെ ഇരുന്നിട്ട് പറയും ദൈവമേ ഈ തള്ളക്ക് എന്തിൻ്റെയാണ് ഈ സ്വന്തം മരുമോൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കൂല, ജോലിക്കാർക്ക് 2.5 പവനെന്നും പറഞ്ഞ് ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കണ, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാണ്ട് ആകെ തലയ്ക്ക് ഭ്രാന്തെടുത്തൊരവസ്ഥയിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിന് ശേഷം ശ്രുതിനെ കാണിക്കുന്നുണ്ട്. ശ്രുതിയുടെ അടുത്തേക്ക് അമ്മ വന്ന് ചോദിക്കും അവരെന്ത് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണത് ചെല്ലാനാണ് അമ്മയെ പറയുന്നത്, ചെന്ന് യാത്ര പറയണം എന്നാണ് മുത്തശ്ശി പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് കാര്യമില്ല മോളെ, ഫോണിൽ കൂടെ പറഞ്ഞേക്കാൾ നല്ലതാണ് മോള് നേരിട്ട് ചെന്ന് അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ട് മോള് പോരെന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ അമ്മ അങ്ങോട്ട് പോകാൻ തീരെ താല്പര്യമില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. ആ സമയത്ത് അമ്മായി അത് കേട്ട് വരും. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ പോകേണ്ട പ്രമീലയുടെ അടുത്ത് എന്തിനാ അവളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്, അവൾ അവിടേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കളക്ടർ ഉദ്യോഗമൊന്നുമല്ല, അവൾ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞതല്ലേ, അവൾക്ക് താല്പര്യമില്ലെങ്കിൽ പോകേണ്ട കാര്യമില്ല, മാത്രമല്ല ശ്യാമോന് ശ്രുതി അങ്ങോട്ട് ജോലിക്ക് പോണതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ് അമ്മായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ശ്രുതി ഇങ്ങനെ അതാലോചിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.